ബി ടോക്സ് വിത്ത് ഓൺടർപ്രണർ സെഷനിലേക്ക് സ്വാഗതം. അടുത്തതായി ഈ സെഷനിലേക്ക് സംസാരിക്കുവാനായി എത്തുന്നത് ലാക്യൂസ് ടെക്നോളജീസ് CEO ശ്രീ ശരത് ചന്ദ്രനാണ്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ, നമുക്ക് ആദ്യം തന്നെ എന്താണ് ലാക്യൂസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞു തുടങ്ങാം. പേരിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. എന്താണ് ആ ഒരു പേരിലേക്ക് വന്നത്, എന്താണ് ആ ഒരു ബിസിനസ് സംരംഭം എന്ന് പറഞ്ഞു തുടങ്ങാം. ലക്കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 2017 കോഴിക്കോട് വെച്ചിട്ട് ആരംഭിച്ചൊരു കമ്പനിയാണ്. നമ്മുടെ നടൻ ജയസൂര്യ അത് ഉദ്ഘാടനം ചെയ്തത്. ലക്കോസ്റ്റിൽ ഒരുപാട് ബിസിനസ് നടക്കുന്നുണ്ട്. ലക്കോസ്റ്റിൽ ഈ ഹെൽപ്പിംഗ് ഡിവൈസസ്, ഡിസബിലിറ്റീസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിംഗ് ഡിവൈസിൻ്റെ നിർമ്മാണം ഉണ്ടായിരുന്നു. പിന്നീടത് കൺസൾട്ടൻസി കമ്പനിയായിട്ട് നമ്മൾ മാറ്റി. ആ കൺസൾട്ടൻസി കമ്പനിയിൽ കമ്പനി രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക്, ISO ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനി വഴി ചെയ്തു പോകുന്നുണ്ട്. പിന്നിത് ഇപ്പോൾ തമിഴ്നാട്ടിൽ, കർണാടകയിൽ, മഹാരാഷ്ട്ര, ഡൽഹി ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മുടെ ബ്രാഞ്ചസ് ഇപ്പോൾ നിലവിലുണ്ട്. എന്തായിരുന്നു ഇത്തരത്തിൽ ഇങ്ങനൊരു ബിസിനസ് സംരംഭത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിത്തെളിവ്? അതെന്തായിരുന്നു? ആ ഒരു വഴിത്തിരിവുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ബിസിനസ്സിൽ ഒന്നാമത് താല്പര്യം ഉണ്ടായിരുന്നു, ചെറുപ്പത്തിലെ താല്പര്യം ഉണ്ടായിരുന്നു. BBA കഴിഞ്ഞു. പിന്നീട് ബിസിനസ്സിനെ എന്തെങ്കിലും രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എപ്പോഴും ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ മാത്രം പോരാ, നല്ല ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം, നമ്മൾ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പോകണം. അപ്പോൾ അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പോകണമെങ്കിൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ലോണോ കാര്യങ്ങളോ ഒക്കെ കിട്ടാൻ വേണ്ടി പ്രയാസമായിരിക്കും. അപ്പോൾ പലപ്പോഴും നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിലും പല ബിസിനസ്സുകാർക്കും അയാളുടെ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി വളരെ പ്രയാസമുണ്ടാകും. അപ്പോൾ അവിടെ പണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മുന്നിൽ വലിയൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ എത്തണമെങ്കിൽ ഐഡിയ മാത്രം പോരാ, നമ്മുടെ കയ്യിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വേണം സാമ്പത്തികപരമായിട്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അത് തുടക്കത്തിൽ ഞാനൊരു കൗൺസിലിംഗ് ഫീൽഡിലുണ്ടായിരുന്നു. അങ്ങനെ സാധാരണ കൗൺസിലിംഗ് ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. അപ്പം അതൊരു സൈഡ് വരുമാനമായിരുന്നു എനിക്ക്. പിന്നീട് ഞാനൊരു പുസ്തകം എഴുതി. അപ്പോൾ ആ പുസ്തകം എഴുതിയിട്ട് ദ റെഫറൻസ് ബുക്ക് ഓഫ് ഗൈഡ് ലൈൻ ടു വിക്ടറി എന്ന് പറയുന്ന ഒരു പുസ്തകമായിരുന്നു. അത് 2014 ഇറങ്ങി. അത് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിട്ട് സ്കൂളുകളിലും ക്യാമ്പസുകളിലെല്ലാം കൊടുത്തൊരു പുസ്തകമായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ടേണിംഗ് പോയിൻറ്റ്. കാരണം ഞാൻ ആ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അതിൻ്റെ ഒരു ഓർഡർ വാങ്ങാൻ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ നിരവധി ഇവിടുത്തെയുള്ള ബുക്സിൻ്റെ ആളുകളൊക്കെ അവിടെ ഓരോ തരം ബുക്സുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു, കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ എനിക്ക് ആ സമയത്ത് ഒരു ഭാഗ്യം, എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ ഓപ്പർച്യൂണിറ്റിയാണ് പിന്നീട്, കാരണം ഞാനൊരു 10,000 ബുക്ക് ഇറക്കാം എന്ന് പറഞ്ഞ് ഞാൻ അത് 1,00,000 ബുക്കിലോട്ട് മാറിയത് ആ രീതിയിലോട്ട് അങ്ങനെയായിരുന്നു, പെട്ടെന്നായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇതായിരുന്നു, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വൈഡായിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ അത് വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് വളരാൻ വേണ്ടി പറ്റും. അപ്പം അതിനുള്ള സ്റ്റെപ്പുകൾ നമ്മളെപ്പോഴും എടുക്കുക എന്നുള്ളത് മനസ്സിലായി. അതിൽ നിന്ന് എനിക്ക് ഒരു എമൗണ്ട് കിട്ടി. പിന്നീട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാനൊരു ഓർഗനൈസേഷൻ നടത്തുന്നുണ്ടായിരുന്നു, കേരള ബ്ലൈൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്, കാഴ്ചയില്ലാത്തവരായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതായിരുന്നു. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല NGOകളിൽ ഒരു NGO ആയിട്ട് ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതിൻ്റെ നല്ലൊരു ശതമാനം ഒരു എമൗണ്ട് നമ്മളെപ്പോഴും ഈ ഓർഗനൈസേഷൻ വഴിയാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ കൊടുക്കും തോറും കിട്ടും എന്നുള്ളതും നല്ലപോലെ മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ നടൻ ജയസൂര്യനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലൈൻഡ് ക്രിക്കറ്റ് താരമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്ലൈൻഡുമായിട്ട് കൂടുതൽ ഇടപഴകാൻ വേണ്ടിയിട്ട് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്തായിരുന്നു. അങ്ങനെ അദ്ദേഹത്തുമായിട്ടൊരു ബന്ധം അവിടെ വന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ലക്കോസ്റ്റ് എന്ന് പറയുന്ന സംരംഭത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് എന്നാണ് തുടങ്ങുന്നത്, അന്ന് ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്തു തരും, വേറെ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, ഞാൻ തന്നെ വന്നു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പക്ഷെ അത് വിശ്വസിച്ചില്ല. ഞാൻ ആ സമയമാകുമ്പോൾ അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് അറിയിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എറണാകുളത്ത് വന്നു, ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ അദ്ദേഹം വന്ന് ചെയ്തു വന്നു. അപ്പോൾ അവിടുന്ന് അദ്ദേഹം അത് വന്ന് ചെയ്തപ്പോഴേ ഒന്നുകൂടി ഇത് ബ്രാൻഡായി. അപ്പം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തി. അന്ന് ഏറ്റവും നല്ല മീഡിയ കവറേജ് വന്നു. കാരണം ചിലപ്പോൾ നമ്മൾ സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം വരണമെന്നില്ല, പക്ഷേ നല്ല കവറേജ് വന്നു. നമുക്ക് കൂടുതൽ ബിസിനസ്സുകൾ വരാൻ തുടങ്ങി.
പിന്നീട് മെല്ലെ മെല്ലെ വളർന്ന് നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഒക്കെ എത്തി മുമ്പോട്ട് പോയി. മറ്റ് ഏജൻസി, കാരണം ഈ ഇത്തരത്തിലുള്ള കൺസൾട്ടൻസീസ് ഇപ്പോൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൺസൾട്ടൻസീസിൽ നിന്നും ലാക്കോസ്റ്റിനെ വേറിട്ട് നിർത്തുന്ന എന്താണ്? എന്തൊക്കെ സ്പെഷ്യൽ സേവനങ്ങളാണ് ലാക്കോസ്റ്റ് നൽകുന്നത്? നമ്മളിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളൊരു പലപ്പോഴും അമിതമായിട്ടുള്ളൊരു എമൗണ്ട് അധികം എല്ലാവരും വാങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ലാഭം കുറച്ചിട്ട് കസ്റ്റമർ നല്ല സർവീസ് കൊടുത്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നോക്കുന്നത്. പലപ്പോഴും 30,000 രൂപക്ക് പുറത്ത് കൊടുക്കുന്ന സർവീസ് നമ്മളത് ചെയ്യുമ്പോൾ 15,000 രൂപയ്ക്ക് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ വന്നപ്പോഴും നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് കൂടുതൽ കിട്ടി. നമ്മൾ സാധാരണക്കാരനായിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധാരണക്കാരനെ കൂടി ഒന്ന് വളർത്തണം. പിന്നെ നമ്മൾ അവർക്കുള്ള ബിസിനസ് ട്രെയിനിങ്ങൾ, കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ബിസിനസ്സിൽ ആദ്യത്തിൽ ഒന്ന് വീണ ആളാണ്. ആദ്യം തുടക്കത്തിൽ അത് അറിവില്ലായ്മ കൊണ്ടാണ് അത് വീണത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ബിസിനസ്സിനെ കുറിച്ചിട്ട് ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ, പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൽ വിശ്വസിക്കേണ്ടവർ, വിശ്വസിക്കാത്തവർ തുടങ്ങിയ മുതൽ പല കാര്യങ്ങളും ഉണ്ട്. എന്ത് ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം, എന്തൊക്കെ സിസ്റ്റമാറ്റിക് ചെയ്യരുത്. അപ്പോൾ ഇത് നമ്മൾ പിന്നീട് ഓഫ്ലൈനായിട്ടുള്ള ട്രെയിനിങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു ബിസിനസ് നിങ്ങളെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ ഒരാൾ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ കമ്പനി രജിസ്ട്രേഷൻ മാത്രമല്ല പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തൊക്കെ സർവീസ് വേണം എന്നുള്ളത്. അപ്പം നമ്മൾ അവരെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽപ്പുകൾ നല്ലപോലെ കൊടുക്കും. അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതെവിടെ കൊണ്ടുപോകണം, ഇനി നിങ്ങളുടെ ബിസിനസ് സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകണോ, അതെങ്ങനെ കൊണ്ടുപോകാം, ഈ രീതിയിലൊക്കെ നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമർ ടു കസ്റ്റമറാണ് കൂടുതൽ ബിസിനസ് വരുന്നത്. ആ കസ്റ്റമർ മറ്റൊരാളെ റെഫർ ചെയ്താണ് നമുക്ക് കൂടുതൽ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? എങ്ങനെയൊക്കെയാണ് ഈ ഒരു സംരംഭത്തെ വളർത്താൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പുതിയൊരു ലക്കോസ്റ്റിന് കീഴിൽ തന്നെ നമ്മൾ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ജെൻ ടാലൻറ്റ് ഹണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ആ കമ്പനിയുടെ കീഴിൽ വിൻവേ മാസ്റ്ററി മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ, അതിൻ്റെ ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അതിൽ ഓൺലൈൻ എഡ്യൂക്കേഷനായിട്ട് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ AI, ബിസിനസ് ക്ലാസ്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഏകദേശം ഒരു 50ഓളം കോഴ്സുകൾ നമ്മൾ അതിലൂടെ കൊടുക്കുന്നുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയോളം വരുന്ന കോഴ്സുകൾ നമ്മൾ വളരെ ചുരുങ്ങിയ ഒരു വിലക്കായിരിക്കും അത് ആളുകളിലേക്ക് എത്തിക്കും. അത് സാധാരണ ആയിട്ടുള്ള ആളുകളെ കൂടുതൽ അവരെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശ ലക്ഷ്യമാണ്. കാരണം നമ്മൾ വന്നൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിയിലോട്ട് പോയപ്പോൾ ഒരുപാട് പേര് ബിസിനസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിൻ്റെ പകുതി വഴിയിൽ അവരെ ബിസിനസ് നഷ്ടപ്പെട്ടു പോവുക, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരിക. അങ്ങനെയുള്ള ആ കാര്യങ്ങൾക്ക് അവർക്കൊരു പരിഹാരം എന്നുള്ള രീതിയിൽ കൂടിയാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യഘട്ടം 1 ലക്ഷം ഒരു ബിസിനസ് ഓൺടർപ്രണേഴ്സിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം. എന്തായാലും ഒരു ചാരിറ്റി പർപ്പസോട് കൂടിയാണ് ഈ ഒരു ബിസിനസ് സംരംഭം മുന്നോട്ട് പോകുന്നത് എന്നാണ് സാറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.